വടകര മറ്റേത് പൊളിറ്റിക്കലി ഒരു കുത്തകയായി അനുഭവപ്പെട്ടിരുന്നത് കൊണ്ട് എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും വടകര ജയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കാലത്ത് അന്നായിരുന്നു വടകര പിന്നെ അവഗണിക്കപ്പെട്ടിരുന്നത്. വടകരയിൽ അവസരം കിട്ടിയപ്പോൾ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് മുല്ലപ്പള്ളി സാറാണെങ്കിലും പുള്ളിയേട്ടനാണെങ്കിലും കാര്യങ്ങൾ ചെയ്ത്. ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കുക, ഇപ്പൊ ദേശീയപാത കാര്യങ്ങളിലൊക്കെ പലരും അവകാശവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഇടപെടലുകളിൽ പിന്നെ ഇവരുടെയൊക്കെ പങ്കാർക്കും ചെറുതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അത് പിന്നെ ഇലക്ഷൻ വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്നുള്ളതായിരിക്കും. അല്ലാണ്ട് പിന്നെ വടകരയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാലത്താണ്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി ജനങ്ങളിലേക്ക് എത്തിക്കും. വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലയോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ഒരു ക്യാമ്പയിൻ മൂവ്മെന്റ് തലത്തിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും മറ്റ് കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകളിലേക്കും വടകരയിലെ കുട്ടികൾ സാധാരണക്കാർ അവർക്ക് എത്രത്തോളം ആക്സസും അപ്രോച്ചും കിട്ടുന്നുണ്ട്. അവരുടെ റെപ്രസെന്റേഷൻ ഇവിടുത്തെ പിന്നെ ജനങ്ങളുടെ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ അവിടെ വരുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുട്ടികളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നിന്നുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അത് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് അതിനുള്ള പ്ലാറ്റ്ഫോംസിന്റെ സൗകര്യക്കുറവുണ്ട്. അപ്പൊ അത് ഒരു വികസനം എന്നുള്ള നിലക്കുള്ള ഒരു സ്ഥാപനത്തെ കൊണ്ടുവരലല്ല, പക്ഷെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കലാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് വടകരയ്ക്ക് വേണ്ടി നമ്മളൊരു പ്ലാറ്റ്ഫോം ഫ്ലോട്ട് ചെയ്യും. അതിൽ എല്ലാ മേഖലകളിലും കഴിവുള്ള കുട്ടികളെ, ആ കഴിവിനെ ആഗ്രഹിക്കുന്ന ഏജൻസീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, ബിസിനസ് പീപ്പിൾ, പിന്നെ IT റിലേറ്റഡ് ഇനിഷ്യേറ്റീവ്സ് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇപ്പൊ പാലക്കാട് ഞാൻ സ്മാർട്ട് പാലക്കാട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം, അതിപ്പോ ഒരു വികസനമല്ല, പക്ഷെ അത് ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കലാണ്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞാൻ പ്ലോട്ട് ചെയ്തിരുന്നു. ഇവിടെയും വടകരയിലെ ഈ വൈബിനെ കണക്ട് ചെയ്യുന്ന തരത്തിൽ നമ്മളൊരു പ്ലാറ്റ്ഫോം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ വടകര വൈബ്സ് ഒരു എക്സാമ്പിൾ ഞാൻ പറയും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ കഴിവുള്ള നല്ലൊരു കുട്ടി, ആ കഴിവിനെ അക്വയർ ചെയ്യാൻ സാധ്യതയും താല്പര്യമുള്ള ഒരു ഏജൻസിയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ലിങ്ക് ആയിട്ട് അതിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകൾക്ക് ഞാൻ സ്മാർട്ട് ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ഒരു ക്യാമ്പയിൻ, എല്ലാ ക്ലാസ് മുറിയിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കും 8th and above. ആ കുട്ടികൾക്ക് മൊത്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അന്ന് നിയോജകമണ്ഡലമായിരുന്നു. ആ കുട്ടികൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. 6 ഓൺലൈൻ ട്രെയിനിങ്, 6 ഓഫ്ലൈൻ ട്രെയിനിങ്, 12 സെഷൻ അവർക്ക് ഒരു വർഷം കൊടുക്കും. ആ 12 സെഷൻ കൊണ്ട് അവരെ നമ്മൾ കോമ്പറ്റീറ്റീവ് ആക്കും, അവരെ നമ്മൾ പ്രിപ്പയർഡ് ആക്കും. എന്നിട്ട് ഈ കുട്ടികൾക്ക് വരുന്ന സാധ്യതകളെ ഈ പർട്ടിക്കുലർ കുട്ടി വഴി എല്ലാ ക്ലാസ്സുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ ഫ്രീ ട്രെയിനിങ് കൊടുക്കും. അവർക്ക് നമ്മൾ NGOസും മറ്റുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവരെ ഇതിനൊക്കെ പ്രിപ്പയർഡ് ആക്കാൻ കഴിയാവുന്ന ഇനീഷ്യേറ്റീവ്സ് ചെയ്യും. അപ്പം വടകരയിലെ കുട്ടികൾക്ക് വിവിധ മേഖലകളിലുള്ള അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള ഇനീഷ്യേറ്റീവ്സിനെ ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് ഇന്നലെ ഞാനൊരു കോളനിയിൽ പോയി, ആയഞ്ചേരിയിൽ. അപ്പൊ അവിടെ 19 വയസ്സുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ പത്തനംതിട്ട IT-യിലാണ്. അപ്പൊ അവരുമായിട്ട് സംസാരിക്കുക പറഞ്ഞു, ഫുട്ബോളിൽ നന്നായിട്ട് കഴിവുള്ള കുട്ടിയാണ്. ഇപ്പൊ ഒരു സെലക്ഷൻ ക്യാമ്പിന് പോകാൻ നോക്കുമ്പോൾ ബൂട്ടില്ലാത്തതിന്റെ പേരിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. കളിക്കുന്ന കുട്ടിയാണ്, അപ്പൊ അവിടുന്ന് പോയി. അപ്പൊ അടുത്ത ഒരു മേഖല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്പോർട്സിന് നല്ല ഇമ്പോർട്ടൻസ് വടകരയിൽ കൊടുക്കും. ആരോഗ്യവും വിദ്യാഭ്യാസം, സ്പോർട്സിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് വടകരയിൽ കൊടുക്കും. ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെറുപ്പക്കാർ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ഏത് മേഖലയിൽ ചെന്നാലും ചെറുപ്പക്കാർ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. പൊളിറ്റിക്സ് ആണെങ്കിൽ പോലും ഭയങ്കര ആവേശവും ഭയങ്കര കമ്മിറ്റഡും ആയിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരാണ്. അപ്പൊ അവരുടെ സ്പോർട്സിലെ സ്കില്ലിനെ മീറ്റ് ചെയ്യാൻ കഴിയാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോർട്സ് ലീഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാണ് ഒരു MP ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലക്ക് ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും വെച്ചിട്ട് 2 or 3 കായിക ഇനങ്ങളിൽ തുടങ്ങി പിന്നീട് ആളുകളുടെ താല്പര്യം കൂടെ അനുസരിച്ച് വിപുലപ്പെടുത്താവുന്ന, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അവസരങ്ങളാണ്, ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതൽ കൊടുക്കേണ്ടത്. അവിടെ പെർഫോം ചെയ്യുന്നവരെ കണക്ട് ചെയ്യാൻ നമുക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ടാകും. അപ്പൊ കൂടുതൽ അവസരങ്ങൾ സ്പോർട്സിലും ആർട്സിലും കൊടുക്കാൻ തീരുമാനിക്കുക. ഇവിടുത്തെ കളരി ഭയങ്കര പാരമ്പര്യമുണ്ട്, അതിനെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന പിന്നെ ഇവിടുത്തെ വടകരയുടെ, ഞാനിതിനെ ഒറ്റ വാചകത്തിൽ പറയാൻ ആഗ്രഹിച്ചാൽ, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, വടകരയുടെ ട്രഡീഷനെ, ലെഗസിയെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാലമായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ ഇനിയുള്ള ഒരു വർഷങ്ങളിലോ പതിറ്റാണ്ടുകളിലോ കൊണ്ടുപോകാനുള്ള ഒരു ഡിസ്കഷൻ, അതിപ്പം തലശ്ശേരി ആണെങ്കിൽ പോലും ക്രിക്കറ്റ്
ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം സാധ്യതകൾ ഇവിടെയുണ്ട്. പിന്നെ ജനങ്ങളുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള 3 മേഖല. തീരദേശം. ഞാൻ അവിടെ സന്ദർശിച്ചപ്പോൾ ആവശ്യങ്ങളുടെ ഒരു നീണ്ട പട്ടികയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. തീരദേശത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും. കണ്ടിന്യൂയിങ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാവും. ഗവൺമെന്റുകളെ അതിലേക്ക് ഇടപെടുത്തുന്ന തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഉണ്ടാവും. പറഞ്ഞു വെച്ചു എന്നുള്ളത് അത് മാത്രമായിരിക്കും ഉത്തരവാദിത്വം എന്ന നിലക്ക് അതിനെ കാണില്ല. അതിന് സീരിയസ് ഫോളോ അപ്പ് ഉണ്ടാവും. ഹാർബറുകളുമായിട്ട് ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, മാർക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, ഇവിടെയൊക്കെ കുറേ ആവശ്യങ്ങൾ അവരെ ചെന്ന് കണ്ടപ്പോൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു പാക്കേജിനെ ഒരു മാസ്റ്റർ പ്ലാൻ പോലെ തയ്യാറാക്കി അതിന് വിവിധ ഘട്ടങ്ങളാക്കി അതിന്റെ ഫോളോ അപ്സ് നടത്താൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് ഇവിടുത്തെ കർഷകർ. പിന്നെ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കുറ്റ്യാടി തേങ്ങ അറിയപ്പെടുന്നതാണ്, അതൊരു ബ്രാൻഡാണ്. പക്ഷെ അതിൽ അവരുടെ നാളികേര പാർക്ക് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുന്നില്ല. സംഭരണത്തെ സംബന്ധിച്ച് ഒന്നും നടക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അവർ പറയുന്നത്. എഗൈൻ ഇതൊക്കെ ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആ ഇടപെടലുകൾ ഉറപ്പുവരുത്താൻ അതിന് പ്രാധാന്യം കൊടുക്കും. മാത്രമല്ല, ശ്രീലങ്കയൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോ നമ്മൾ കേരളം എന്നുള്ളതും പിന്നെ നാളികേരത്തിന്റെ നാട് എന്നൊക്കെ പറയുമെങ്കിലും പ്രോസസ്സിങ് സെന്ററുകൾ, പിന്നെ നമ്മൾ നാളികേരത്തിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും നാളികേരത്തിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും നമ്മളെക്കാൾ 4 ഇരട്ടിയാണ്. അപ്പൊ നാളികേരത്തിൽ നിന്ന് വെളിച്ചെണ്ണയും ചകിരിയും തൊണ്ടും ചിരട്ടയും എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസിന് കൂടുതൽ പ്രാധാന്യം. ഒരു തെങ്ങിൽ നിന്നോ തേങ്ങയിൽ നിന്നോ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വന്നാൽ ഇന്നത്തെ കാലത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ആ സെക്ടറിൽ ആ തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ആഗ്രഹിക്കുന്നു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം IT റിലേറ്റഡ് ആണ്. IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവും നമുക്ക് ഈ വടകര കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ ആളുകൾ മറ്റ് ഗ്ലോബലി പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാൻ പഠിക്കാൻ ഇപ്പൊ കുട്ടികൾ ചാടി പുറപ്പെട്ടു പോകുന്ന ഒരു കാലമാണ്. അതിന്റെ 2 കാര്യം. ഒന്ന്, ഇഫ് ഇറ്റ് ഇസ് ബൈ ചോയ്സ്, അവർക്ക് പോകാനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അവരെ തടയാൻ കഴിയില്ല. ബട്ട് ഇഫ് ഇറ്റ്സ് ബൈ ഫോഴ്സ്, പോവേണ്ട സാഹചര്യത്തിൽ അവർ നിർബന്ധിതരാകുകയാണെങ്കിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതിന്റെ പേരിലാണ്. അപ്പൊ അത് ഒരുക്കി കൊടുക്കുന്ന ഒരു കാര്യം IT റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സും അതിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സ്പേസും അത് പിന്നെ ഇവിടെ വടകര പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മേഖലകളിൽ കൊണ്ടുവരണമെന്ന് ഗവൺമെന്റുകളുടെ മുമ്പിൽ ശക്തമായി ഞാൻ പറഞ്ഞു. വെറുതെ ഇവിടെ ഒരു IT പാർക്ക് വേണമെന്ന് പറയാല്ല, വിൽ മേക്ക് എ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് തന്നെ പിന്നെ അത് അവരുടെ മുമ്പിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ചരിത്രമുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതിനും നേരത്തെ പറഞ്ഞ എൻഗേജ്മെന്റും പ്രോത്സാഹനവും കൊടുക്കാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് അതിനെ കണക്ട് ചെയ്യണം. അപ്പൊ വിവിധ മേഖലകളിൽ പിന്നെ ആളുകളെ കണക്ട് ചെയ്യുന്ന സമഗ്രമായിട്ടുള്ള ഒരു വികസന പ്ലാൻ വടകരയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരവസരം കിട്ടിയാൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കും. പിന്നെ അതൊരു കണ്ടിന്യൂയിങ് പ്രോസസ് ആയിരിക്കും. ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയത്. ഇനി അവസരം കിട്ടിയാൽ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഇരിക്കും, അവരുമായിട്ട് സംസാരിക്കും. ഇപ്പം IT ഞാൻ ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അയാളോട് സംസാരിച്ചപ്പം അയാൾ ഒരു സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവിന് കഴിഞ്ഞ 8 വർഷമായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പൊ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇവിടെ അല്ല, അയാൾക്ക് ഇവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ സ്പേസ് ഇല്ല. അപ്പൊ സ്റ്റാർട്ടപ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാവുന്ന നമുക്ക് ഇപ്പം പ്രൈവറ്റ് പാർക്കുകൾ ഉൾപ്പെടെ പിന്നെ പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു വടകരയ്ക്ക് വലിയൊരു സമഗ്രമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ, വിവിധ തലങ്ങളെ ടച്ച് ചെയ്യുന്ന ഒരു വികസന പ്ലാൻ ഉണ്ടാക്കും. എന്നിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കും.